ഹും. ചടങ്ങുകൾ ചടങ്ങുകളായ രീതിയിൽ നടത്തണം, അതറിഞ്ഞൂടെ? നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ ഇത്? എൻ്റെ മാതാപിതാക്കൾ ഇതേ കണക്ക് തന്നെ ഓടിയത്. ഇവിടെ നിൽക്കുമായിരുന്നോ? അതെ, എന്ത്? ബ്രോക്കർ വിളിച്ചായിരുന്നു. ഏത് ബ്രോക്കർ? അല്ല, ഇന്നലെ വന്ന് കണ്ടിട്ട് പോയില്ലേ മോളെ? അതിന്റെ കാര്യം പറയാൻ. കൊടുക്കൽ വാങ്ങലിന്റെ കാര്യമൊക്കെ ബ്രോക്കർ അവരോട് സംസാരിച്ചോ? അതൊക്കെ അവർക്ക് ഓക്കെ ആണെന്ന്. അങ്ങോട്ടൊന്ന് വിളിക്ക്. ഞാൻ വിളിക്കാം. ഫോണിങ്ങടെ. അപ്പൊ അവിടുന്ന് വിളിച്ച് പറഞ്ഞെന്ന് നമ്മൾ എന്നങ്ങോട്ട് ചെല്ലുമെന്ന്. ഒന്ന് വിളിച്ചേരെന്നാ. ഈ ആഴ്ച തന്നെ പൊക്കൂടെ നമുക്ക്? ഒത്തിരി നേരം ആയല്ലേ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. അവൻ വെച്ചോടി ഫോൺ. കല്യാണത്തിന് മൈലാഞ്ചിക്കൊക്കെ സ്വർണ്ണം ഇടുന്നതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അതൊക്കെ പിന്നെ എന്തായാലും അതേ കണക്ക് ചെയ്യത്തില്ലേ? ചടങ്ങുകളൊക്കെ ചടങ്ങായിട്ട് തന്നെ ചെയ്യും. അതൊക്കെ ഞങ്ങൾക്കറിയാം, നാട്ടുകിടപ്പും ചടങ്ങും ഒക്കെ അതേ കണക്ക് ചെയ്യും. അപ്പോൾ കെട്ടിയില്ല, അതിന് മുമ്പ് തന്നെ അവൻ വിളിച്ച് 100 കാര്യം പറയാൻ തുടങ്ങിയ എന്താ ചെയ്യും? എല്ലാ ചടങ്ങും ചെയ്യും. ഇപ്പം തന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത് എന്തെല്ലാം ചടങ്ങുകൾ നടത്തണമെന്ന്. അതിന് നീയും കൂട്ടിവയ്ക്കുന്ന വാപ്പാടെ സാമ്പത്തികം കൂടെ നോക്കി ചെയ്യണേ മോളെ. ഫോൺ വിളിച്ചു കഴിഞ്ഞെങ്കിൽ വന്ന് വാ, അടുക്കളയിലിട്ട് ഉമ്മ ഇത്തിരി സഹായിക്കുക. വലിയൊരു ജോലി കഴിഞ്ഞ്. നിങ്ങൾ എത്തിയാ? വിളിയെല്ലാം കഴിഞ്ഞാ? പരാതി പറഞ്ഞവരെല്ലാം പോയി കണ്ട് തന്നെ വിളിച്ച്. ഞാനേ പിന്നൊരു കാര്യം കൂടെ പറയാൻ കാത്തിരുന്നേത്. നാളെയല്ലേ സ്വർണം എടുക്കാൻ പോന്നേ? അപ്പം ചെറുക്കനെങ്ങാണ്ട് ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പെങ്ങന്മാർക്ക് 3 പേർക്കും 2 പവനുള്ള വള വെച്ച് വേണമെന്ന്. 2 പവൻ്റെ വളേ? നമ്മൾ ഓരോ പവൻ്റെ അല്ലേ എടുത്തത്? അല്ല, താലി കെട്ടുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ 1 പവൻ. അപ്പം അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പെങ്ങന്മാർ കനത്തിലാണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 2 പവനെങ്കിലും മേടിച്ച് വേണമെന്ന്. അപ്പം ഇനിയും 3 പവനും കൂടെ വേണോ? 3 പെങ്ങന്മാർ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച 3 പവനിൽ നിന്ന് ഇപ്പം 6 പവൻ വേണം. പിന്നെ ഉമ്മായിക്കോ അതേ കണക്ക് തന്നെ വേണമെന്ന്. ഉമ്മായിക്കോ? അപ്പം 4 ആയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇന്ന് നമ്മളെ മോക്കല്ലേ പഴി. അപ്പോൾ അത് 8 പവനായി. പിന്നെ അവരെല്ലാം മൈലാഞ്ചി ഇടാൻ വരുമല്ലേ, അപ്പം 3 പെങ്ങന്മാർക്കും മോതിരം കൊടുക്കണമെന്നാണ് പറയുന്നത്. കൊള്ളാം. ഇതെല്ലാം വിളിച്ച് കണക്ക് വരുവാണോ? അത് 1 ഗ്രാമൊന്നും പോരാ. അവർ പറയുന്ന പിടിയിച്ച് ഇടുമ്പോൾ എല്ലാവരും അവരെ ബന്ധുക്കളൊക്കെ നോക്കും. പിന്നെ അതുകൊണ്ട് നല്ല 2 ഗ്രാമോ 3 ഗ്രാമോ ഒക്കെ വെച്ച് വേണം എന്നൊക്കെ ചെറുക്കൻ വിളിച്ചിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു. എന്തായാലും നമ്മൾ കല്യാണം നടത്തുന്നു, അവൾക്ക് കൊടുക്കാനുള്ള, അതായത് അവൾ അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു പഴി കേൾക്കരുത്, കൊടുക്കാം. ഇപ്പം അത് നമ്മൾ കണക്ക് കൂട്ടിയെന്ന് ഒരു 4-5 പവൻ കൂടി. 5 പവനെന്ന് പറഞ്ഞപ്പം കാര്യം എളുപ്പമായി. 5 പവന് ഇപ്പോഴ് 4-5 ലക്ഷം രൂപ വേണം. കാറ്ററിങ്ങിന്റെ അവർ വിളിച്ചായിരുന്നാ? കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിച്ച്. അല്ല, കാറ്ററിങ് എങ്ങാണ്ട് ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞെന്നാ അവളെടുത്ത്. ഫുഡിന് എന്താ പുറത്തൊക്കെ വെച്ച് കുറേ സാധനങ്ങളൊക്കെ വേണമെന്ന്, ബൊഫേ കണക്ക് വേണമെന്നാ. അവരൊക്കെ ഇല്ല വലിയ കൊമ്പത്തെ ആൾക്കാരാ. അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നെ എന്താ ഫ്രഷ് ജ്യൂസ് വേണം, അവിടെ നിന്ന് അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞെന്ന്. അപ്പോൾ അവരെടുത്ത് കാറ്ററിംഗുകാരെടുത്ത് വിളിച്ചിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി പറഞ്ഞുതരാം. എന്തോന്നിടേ? ആവശ്യത്തിന് ആഹാരം കൊടുത്താ പോരെ? ഐസ്ക്രീമാ ഇറങ്ങുമ്പം പെപ്സി 7up ഒക്കെ കൊടുക്കണമെന്ന് അവർ പറയുന്നത്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നടത്താന്നല്ലേ ഞാൻ തീരുമാനിച്ചത്. ഇപ്പൊ ഇതെന്റെ കൈക്ക് ഒതുങ്ങത്തില്ലല്ലോ.
അല്ല അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ അവരെ ബന്ധുക്കളോ ഒക്കെ അങ്ങനെയൊക്കെ കല്യാണം നടത്തിയത്. അത് കണക്കൊക്കെ നടത്തണം. പിന്നെന്താ എന്തൊക്കെയോ പെണ്ണും പറഞ്ഞു വെച്ചേക്കുന്നു ഇതൊക്കെ നടത്തണമെന്ന്. നിങ്ങളാ വിളിച്ചിട്ട് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ലിസ്റ്റിൽ ചെയ്യും. ഇതിപ്പോ കടവും കയറും. പെണ്ണിന്റെ പറച്ചിൽ കേട്ടിട്ട് അത് 10 ലക്ഷത്തിൽ നിൽക്കത്തില്ല. എന്തായാലും ഏറ്റുപോയില്ലേ, നടത്താം. ആ ആ, ഞാൻ കാറ്ററിംഗുകാരനെ വിളിച്ചോളാം. ചെയ്യാം. കാറ്ററിംഗ് 3,80,000. പിന്നെ ഓഡിറ്റോറിയം 3 ലക്ഷം. എല്ലാം കൂടി 17 ലക്ഷം. 17 ലക്ഷം രൂപ. അപ്പൊ തൊട്ട് കണക്ക് കൂട്ടലും കിഴിക്കലും ആണല്ലേ, മാറി കഴിഞ്ഞില്ലേ ഇതുവരെ? ആ, 17 ലക്ഷം രൂപ കടമായി. അടുത്ത ആഴ്ച ഇത് കൊടുത്തു തീർക്കണം. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഓ, നിങ്ങൾ കല്യാണത്തിന് വന്നവരൊക്കെ പറഞ്ഞേ കേട്ടില്ലേ? എന്താ കല്യാണമായിരുന്നു. ആളുകൾ നമുക്കൊന്ന് വില എന്താ. നമ്മൾ ഇത്രയും പണം ഉണ്ടോന്ന് ആൾക്കാർ എന്നെ ചോദിച്ചത്. ഒരാഴ്ച നീണ്ടു നിന്ന കല്യാണം. ആഹാരമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലേ, പുറത്തുനിന്ന് കഴിച്ചിട്ട് അകത്തോട്ട് കയറിയപ്പോൾ ആളുകൾക്ക് കഴിക്കാൻ പോലും വയ്യ. മട്ടൻ ബിരിയാണിയൊക്കെ എല്ലാ ഇലയിലും ഇങ്ങനെ ബാക്കി ഇങ്ങനെ കൂമ്പാരം കണക്കിരിക്കും. ഞാൻ കണ്ട് ഒരുപാട് വേസ്റ്റായ ആഹാരം. അവനെന്ത് കുറഞ്ഞില്ലല്ലേ, ആർക്കും കുറ്റം പറയാൻ ഒരു അവസരം നമ്മൾ കൊടുത്തില്ലല്ലേ. എന്തായാലും മോള് സന്തോഷമായിട്ട് ഇറങ്ങിയല്ലേ. ഓ, അവളും അവനും പറഞ്ഞ രീതിക്ക് എല്ലാം നടത്തിയതോ അപ്പൊ അവർക്ക് സന്തോഷമായി. ഞാനുണ്ടല്ലേ ആ വള ഇട്ട് കൊടുത്തപ്പോ ആ പെൺപിള്ളാരെ ചിരിയൊന്ന് കാണാൻ. കാര്യം അവര് പിടിച്ചു നോക്കുന്നു കട്ടിയുണ്ടോന്ന്. ഇങ്ങനെ കാണാൻ കേറിയപ്പോ വളഞ്ഞു പോയിരുന്നെങ്കിൽ നാണക്കേട്. സന്തോഷമായല്ലോ, സന്തോഷത്തോടെ കാര്യങ്ങൾ നടന്നല്ലേ. സന്തോഷത്തെ നടന്ന്. ഇനി നാളെ ഒരു 3 ലക്ഷം രൂപയും കൂടെ വേണം. 3 ലക്ഷം രൂപ? നാളെ അടുക്കള കാണാൻ പോണ്ടേ? അടുക്കള കാണാൻ പോകുമ്പോഴേ എല്ലാ സാധനവും കൊണ്ടുപോകണം വീട്ടിലേക്ക്. ഈ 3 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? 17 ലക്ഷം രൂപ അടുത്ത ആഴ്ചക്കുള്ളിൽ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? അത് സാരമില്ല, 3 ലക്ഷം രൂപയും കൂടെ അല്ലേ, അപ്പൊ 20 ആയില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് 2-2.5 ലക്ഷം രൂപയ്ക്ക് ആ ഹോം അപ്ലയൻസസിൽ വിളിച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യും. അവരുടെ വീട്ടിലേക്ക് AC വേണം, വാഷിംഗ് മെഷീൻ. അവള് പറഞ്ഞ് ഇത്ര 2-3 AC വേണമെന്ന് പറഞ്ഞു. പിന്നെ വാഷിംഗ് മെഷീന്, പിന്നെ എന്തൊക്കെ കുറെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ. ഇതെല്ലാം എന്ന് കൊടുത്ത് തീർക്കൂലേ? അത് സാരമില്ല, അത് നമുക്ക് കൊടുക്കാം. അത് ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പം നാളെ ഇത് വേണം. 3 ലക്ഷം. പിന്നെ അവർ അലമാരിക്കകത്ത് കുറച്ച് പൈസ വെച്ച് കൊടുക്കണം. അതായത് നാളെ അവർക്ക് ചെലവാകുന്ന പൈസ ഉണ്ടല്ലേ, അത് നമ്മളാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ നാട്ടു നടപ്പാ, അല്ലെങ്കിൽ നമ്മളെ മോക്കാണ് അവിടെ നാണക്കേട് കേട്ടാ. അപ്പൊ ഒന്ന് വിളിച്ച് പറഞ്ഞുതരേ. ഒരാഴ്ച കൊണ്ടുള്ള ഇതല്ലേ, എനിക്കങ്ങ് കിടന്നോളാൻ വയ്യ. നടുവൊക്കെ ഒന്ന് വേദന. ഞാൻ പോയി കിടക്കട്ടാ. മോള് പറയാമെങ്കിൽ വാപ്പ അടുത്ത്. ശരി മോളെ, ഞാൻ പറയാം. ശരി. പിന്നെ മോൾക്ക് ഇപ്പൊ 7 മാസമായില്ലേ, അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? അപ്പൊ ഇനി നമ്മൾ കൂട്ടിക്കൊണ്ട് വരണം, അതിന് പോണം. പിന്നെ കുറെ അതിന് ചടങ്ങുകളില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അവള് വിളിച്ച് പറഞ്ഞത്. അവരെ കണ്ട് പറഞ്ഞെന്ന് പലഹാരം ഒന്നും കൊണ്ട് ചെല്ലണ്ട. പിന്നെ കൊണ്ട് ചെല്ലുമ്പോ അവള് പറയുന്ന അവൾക്കൊരു നെക്ലസ് മതിയെന്ന്, 2 പവന്റെ. അതാണിപ്പോ അവിടെ ചടങ്ങ്. 2 പവന്റെ നെക്ലസ് കൊണ്ടു ചെന്ന് പെൺകൊച്ചിന്റെ കഴുത്തി ഇട്ടിട്ട് കൊണ്ടുവരണം. 2 പവന്റെ നെക്ലസും 2 ലക്ഷം രൂപയാണ്. അപ്പൊ ചടങ്ങിന്റെ രീതി ചെയ്യണ്ടേ? നമ്മള് പൈസ നോക്കിക്കൊണ്ടിരുന്നാ പറ്റുമോ? അല്ല, അവര് പറഞ്ഞെന്ന് ഇങ്ങനെയാണ് ചടങ്ങ്, അവരെ പെമ്മക്കൊക്കെ അങ്ങനെയാ ചെയ്തത്, അതുകൊണ്ട് അതേ കണക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ അടുത്ത് തന്നെ ഒരു ദിവസം നോക്കണം. അതേടെ, ഇതെല്ലാം പറഞ്ഞു വലിയൊരു എമൗണ്ട് ആയി. സാരമില്ല, പെൺകൊച്ചിന്റെ പ്രസവം കൂടെ കഴിയുമ്പോ അതോടുകൂടി, പ്രസവം നമ്മളെ ചെലവാ. പ്രസവം, കൊച്ചിന് നൂല് കെട്ടുന്നിടം വരെയുള്ള ചടങ്ങ്, അതെല്ലാം തീർത്ത് വിടുമ്പോ ഒരു പെൺകൊച്ചിന്റെ ഭാരം ഒഴിയത്തുള്ളൂ. കടം തീർത്ത 17 ലക്ഷം ഉണ്ടല്ലേ, ഈ വീട് കൊണ്ട് ലോൺ വെച്ചിട്ടാണ് എടുത്ത് കൊടുത്തത്. ഇതൊക്കെ എന്ന് തീരുന്നത്?
ആ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടതാ. എൻ്റെ കഴുത്തിയതാ ഈ താലിമാലയും കൂടെ ഉണ്ട്. അത് നിന്റെ താലിമാലല്ല, അതവിടെ കിട്ടേരാ. ആ അങ്ങനും പറഞ്ഞ് നമ്മളെ മാനം കാക്കണ്ടേ. നിങ്ങളിത് കൊണ്ടുപോയി വിൽക്കുക, പണയം വെക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പെങ്കൊച്ചിന് നല്ലൊരു നെക്ലസ് വാങ്ങിച്ചുകൊണ്ട് വാ. പിന്നെ കൂട്ടാനുള്ള ആൾക്കാരെല്ലാം കൂട്ടണം. പിന്നെ അതിനും കുറച്ച് പൈസ കൊടുക്കണം. നമ്മളാണ് അതിനും അവർക്ക് ചിലവിന് പൈസ കൊടുക്കേണ്ടത്. അവർ ചടങ്ങ് നടത്തിയാലും നമ്മളാണ് കൊടുക്കേണ്ടത്. അതും ഒരു 25,000 രൂപ വേണം. ആ ചെയ്യാടെ. പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചിട്ടപ്പോൾ അതോടുകൂടി തീർന്നതാണ് വിചാരിച്ചത്. അയ്യോ അതൊന്നും അല്ല. പെൺപിള്ളാരെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇനി പിന്നെയാ തുടങ്ങുന്നത്. ഇനിയുണ്ട്. ആ ഇനി എന്താന്ന് വെച്ചാൽ നാളെ ഞാൻ മാല തരാം. എന്താന്ന് വെച്ചാൽ ചെയ്. ഓ ഓ ഓ ഓ കുഞ്ഞിതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങിയില്ല. മോളാ? ആ തള്ള ഉറങ്ങുന്നു. പിന്നെ അടുത്ത ആഴ്ചത്തെ കാര്യം അറിയാല്ലേ? അടുത്ത ആഴ്ച കുഞ്ഞിൻ്റെ ചടങ്ങ് നടത്തേണ്ടത്. ആ ചടങ്ങ് അല്ല, മരുമോൻ പറഞ്ഞെന്ന് പറഞ്ഞാലേ അവന് കുഞ്ഞിൻ്റെ ഒരു സെറ്റോടെ വാങ്ങിക്കണമെന്ന് അവളടുത്ത് പറഞ്ഞത്. ആ ഒരഞ്ഞാണം. ആ വാങ്ങാം, നോക്കാം. അരിഞ്ഞാണം മാത്രം പോരാ. മാല വേണം, 2 കാൽത്തള, 2 വള. നമ്മളെ ആദ്യത്തെ ചെറുകുട്ടിയല്ലേ. ഇത്ര ഇടണമെന്നാ? നീ എന്താടി മരുമോൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റൽ ചിലവും ഇവിടുത്തെ വീട്ടു ചിലവും നോക്കാൻ ആളിനെ നിർത്തിയത് എല്ലാം കൂടെ വലിയൊരു ചിലവായില്ലേ? ഇതെല്ലാം മരുമോനല്ലേ ചിലവാക്കേണ്ടത്. ഇതെല്ലാം എൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നത് എന്തിനെ? ചടങ്ങുകളായ രീതിയിൽ നടത്തണം, അതറിഞ്ഞൂടെ? ഇതേ ഒരു മോള. നമ്മളുടെ ഇപ്പോഴത്തെ വിഷമം അവ അറിയണമെങ്കിലേ നമ്മളുടെ പ്രായം എത്തണം. മനസ്സിലായ? ഇവൻ നമ്മളെ കണ്ടിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിയത്. അവനൊരു പെണ്ണിനെ പോറ്റാനുള്ള ഗതിയില്ലേ അവന്? ഇത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചിലവ്. ഇത് അവൻ്റെ കല്യാണത്തിന് പോലും നമ്മളല്ലേ ചിലവാക്കിയത്. അവൻ്റെ കുഞ്ഞിൻ്റെ പ്രസവത്തിൻ്റെ കാര്യം ചിലവ് ഇവിടെ എല്ലാം നമ്മളല്ലേ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവന് മനസ്സിലാക്കാൻ അവന് അറിയത്തില്ലേ ഇത്? അതായത് ഈ മോള കല്യാണം തൊട്ടേ അവനറിയൂ. ഇങ്ങനെയാണ് ഓരോ മാതാപിതാക്കളും വിഷമിച്ച് മക്കളെ കല്യാണം എല്ലാം നടത്തി അവർ പറയുന്നതിനനുസരിച്ച് ചടങ്ങുകളും പറയുന്ന രീതിക്കും എല്ലാം നമ്മൾ കൊണ്ടുവരണമെന്ന്. അപ്പോഴേ അവർക്കത് മനസ്സിലാവും. നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ ഇത്? പണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലല്ലോ. അല്ലേ? ഒരു 20 വർഷം മുമ്പൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ മാതാപിതാക്കൾ ഇതേ കണക്ക് തന്നെയാണ് ഓടിയത്. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ പറയാതിരുന്നത്? നിങ്ങൾ ആ വിഷമത്തിൽ വരട്ടെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ എന്നോട് ചോദിക്കുമല്ലോ, അപ്പോഴത് മറുപടി പറയാം എന്ന് വിചാരിച്ചാ. കേട്ടോ? ഈ കുഞ്ഞിൻ്റെ വാപ്പായും ഉമ്മായും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഇതേ സിറ്റുവേഷനിൽ അവരെത്തണം. അതും അല്ലെങ്കിൽ ഈ ചടങ്ങുകളെല്ലാം അവരവർ തന്നെ ബഹിഷ്കരിക്കണം. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരും കൂടെ ചടങ്ങിൻ്റെ പേരിലാക്കരുത്. കൊടുക്കാനുള്ളവർ അവരെ മക്കൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കട്ടെ. അതൊരു മാമൂലാണ്, ഒരു ചടങ്ങാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇതൊരു പ്രശ്നമായി മാറത്തുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ അവർ പറഞ്ഞേക്കെ ഒപ്പിക്കാൻ നോക്ക്.